ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വെയിറ്റ് ലോസ് ജേർണീനെ കുറിച്ചിട്ടാണ്. എന്നോട് പല ആൾക്കാരും എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയിട്ട് ആക്ച്വലി 95 ഡേയ്സ് ആണ്. ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വെയിറ്റ് ലോസ് ജേർണീനെ കുറിച്ചിട്ടാണ്. ഞാൻ കുറേ നാൾ കൊണ്ട് ഷോർട്ട് വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ ദിവസങ്ങളായിട്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്, എന്തൊക്കെയാണ് ഞാൻ കഴിച്ചത്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കുറേ കൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇന്നാണ് സമയം കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയിട്ട് ആക്ച്വലി 95 ഡേയ്സ് ആവുന്നു. മേ ബി നിങ്ങൾ ചാനലിൽ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ഒരു 10-18 ദിവസത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഫെബ്രുവരി ഹാഫ് ആയപ്പോൾ മുതൽ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഷോർട്ടാക്കി എടുക്കാൻ ഉദ്ദേശിച്ച വീഡിയോ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഡയറ്റിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിപ്പം എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ചെയ്ത സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ട്രിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 2021-22 ഞാനൊരു 10 to 12 കിലോസോളം വെയിറ്റ് കുറച്ച ഒരാളായിരുന്നു. പക്ഷെ അതിനുശേഷം ആഫ്റ്റർ മാരേജ് പല സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് നമ്മുടെ കല്യാണം, വിരുന്ന് പോക്ക്, ഇങ്ങനെ കുറേ പരിപാടികൾ. പിന്നെ എൻ്റെ ഹോർമോണൽ ചേഞ്ചസ് തന്നെയായിരുന്നു. എനിക്ക് ഹാഷിമോട്ടോ തൈറോയിഡിറ്റിസ് എന്നൊരു കണ്ടീഷൻ ഉള്ളതാണ്. സോ അത് എൻ്റെ ഹോർമോണൽ ഇംബാലൻസ് കാരണം എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുറേ തവണ ട്രൈ ചെയ്തെങ്കിലും അതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ ഓരോ തവണ ഫെയിൽ ആയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല, ഇനി എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല, ഇനി ഇതൊരു ബാക്ക് ജേർണി ഇല്ല, എൻ്റെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫൈനലി ഞാനൊരു ഡിസിഷൻ എടുത്തു, എൻ്റെ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത്. ഇപ്പോഴും ഞാനൊരു വെയിറ്റ് ലോസ് ജേർണിയിൽ തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂവേഷനിലാണ് ഞാനിപ്പോഴും. എൻ്റെ ആക്ച്വൽ വെയിറ്റിലേക്ക് ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോളിലേക്ക് ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല. ആ ജേർണി ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതുവരെ, ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 95 ഡേയ്സോളം ആകുന്നു. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയി മുന്നോട്ട് പോകുന്നു, എനിക്ക് വന്ന വെയിറ്റ് ലോസ് എത്രയാണ്, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെയ്തത് എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞാൻ ആദ്യം ഈ ഒരു വെയിറ്റ് ലോസിൽ ചെയ്ത ഒരു ഗുഡ് തിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ എൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഡയറ്റ് എടുക്കുന്നതിനേക്കാളും മുന്നേ ആദ്യമേ ജനുവരിയിൽ ഞാൻ ജിമ്മിൽ വീണ്ടും റീജോയിൻ ചെയ്യണം. കാരണം 2024 ഓഗസ്റ്റിൽ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തെങ്കിലും ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ പോയത്. എനിക്ക് യാതൊരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെയിറ്റ് ഗെയിൻ വരെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ജനുവരി ആയപ്പം ഞാൻ തീരുമാനിച്ചു, ഞാൻ എന്തായാലും ഈ വർഷം ഞാൻ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. അപ്പോൾ ജനുവരിയിൽ ഞാൻ ആദ്യം ചെയ്ത കാര്യം, ഞാൻ ഡയറ്റിനെ കുറിച്ചോ വെയിറ്റിനെ കുറിച്ചോ വെയിറ്റ് ലോസിനെ കുറിച്ചോ ഒന്നും ചിന്തിച്ചില്ല. ജസ്റ്റ് ജിമ്മിൽ പോവുക, ഞാൻ ഹെൽത്തി ആയിട്ട് എൻ്റെ ബോഡി മൂവ് ചെയ്യുക, ഞാൻ കുറച്ച് ഹെൽത്തി ആവാൻ തീരുമാനിച്ചു. അങ്ങനെ ഇനിഷ്യൽ ഡേയ്സിൽ ഞാൻ ജിമ്മിൽ പോകുക എന്നുള്ളത് മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ. എനിക്ക് കഴിക്കേണ്ട ഫുഡുകളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഞാൻ കട്ട് ഓഫ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സ്ലോലി ഞാൻ അത് പതുക്കെ ഈ പ്രോസസ്ഡ് ഫുഡ്, പുറത്തുനിന്നുള്ള ഫുഡ്, ഇങ്ങനെ പല കാര്യങ്ങളും ഒഴിവാക്കുന്ന ഒരു സ്റ്റെപ്പിലേക്ക് എത്തി. വീട്ടിൽ കുക്ക് ചെയ്യുന്ന നോർമൽ നമ്മൾ രാവിലെ കഴിക്കുന്ന ദോശ, പുട്ട്, ഇഡ്ഡലി, ഇതൊക്കെ തന്നെ കഴിക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് സാധാരണ അളവിൽ ചോറ്, എന്ന് വെച്ചാൽ ഞാൻ ടു മച്ച് ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കുന്ന ഒരാളല്ല, ഒരു സാധാരണമായ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കഴിക്കുന്നത്. ഇപ്പം 2 ദോശ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, രാത്രി ചിലപ്പം ചോറ് കഴിക്കും, ചിലപ്പോൾ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ റാഗിയോ അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഞാൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഓവർ ഈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മീൽസും യൂഷ്വലി ഉള്ള പോലെ കാർബും ഒക്കെ എടുത്ത് തന്നെ കഴിച്ചു. അങ്ങനെ ആ ഒരു മന്ത് ഫുള്ള് ഞാൻ അങ്ങനെ തന്നെയാണ് പോയത്. അതിനുശേഷം ഒരു ഫെബ്രുവരി, ഒരു മാസത്തോളം ഞാൻ അങ്ങനെ തന്നെ പോയി. പിന്നെ ഞാൻ പതുക്കെ എനിക്ക് ഈ ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ വറുത്തത്, പൊരിച്ചത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് തുടങ്ങി. സോ എനിക്ക് പതുക്കെ പതുക്കെ എൻ്റെ ഫുഡിൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു മിനുക്കുപണി ഞാൻ നടത്തി. അതാണ് ഞാൻ ആദ്യം ചെയ്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രം ദ ഫെബ്രുവരി ആണ് ഞാൻ ഡയറ്റ് എന്ന് പറഞ്ഞൊരു കാര്യത്തിലോട്ട് എത്തുന്നത്.
സോ ഡയറ്റ് എന്ന് പറഞ്ഞ കാര്യത്തിലോട്ട് എത്തുന്നതിന്, ആ ചാപ്റ്റർ എത്തുന്നതിന് മുന്നായിട്ട് ഞാൻ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഉടനീളം പാലിക്കാൻ നോക്കിയ ചില ട്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ടിപ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് മോട്ടിവേഷൻ വേഴ്സസ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം, ഒരു മോട്ടിവേഷണൽ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് ദിവസത്തേക്കല്ല, കുറച്ച് നേരത്തേക്ക് നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാവും. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ കുഴയും, നമുക്ക് ആ മോട്ടിവേഷൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. ഇതേ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പം പെട്ടെന്ന് ഒരു വീഡിയോ കാണുന്നു, പെട്ടെന്ന് ഒരാളുടെ വെയിറ്റ് ലോസ് കാണുന്നു, നമ്മൾ ഓടിപ്പോയിട്ട് നാളെ മുതൽ നമുക്ക് ജിമ്മിൽ പോകണം, ഡയറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ടാവില്ല. കാരണം മോട്ടിവേഷൻ പെട്ടെന്ന് പോകും. നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഒരു ഡിസിപ്ലിനാണ്. നമ്മളിപ്പം എത്ര ടയേർഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നുണ്ടാവാം, കുളിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ ശീലങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ശീലമാക്കിയെടുക്കാൻ, ഒരു ഹാബിറ്റ് ആക്കിയെടുക്കാൻ നോക്കുക. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതോ. ഇപ്പം ജിമ്മിൽ പോകുക എന്നുള്ളത് ഒരുപാട് തവണ നമുക്ക് ഇപ്പം ആദ്യത്തെ ഒരു 2-3 ദിവസം പോയി കഴിയുമ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് പോകാൻ തോന്നുന്നുണ്ടാവില്ല, നമുക്ക് മടി തോന്നുന്നുണ്ടാവും, ബോഡി പെയിൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. എത്രയും വേഗം നമ്മളൊരു 2 സെക്കൻഡ് കൊണ്ട് നമ്മൾ ജിമ്മിലെ ബാഗ് എടുക്കുക, ജിമ്മിലെ ഡ്രസ്സ് ഇടുക. 2 സെക്കൻഡ് കൊണ്ട് ജിമ്മിലെ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. സോ എത്രയാണോ നമുക്ക് മിനിമം ടൈം എടുത്ത് നമ്മൾ വേഗം ഡ്രസ്സ് ചെയ്യുക, നമ്മൾ ബാഗ് എടുക്കുക, വേഗം പോവുക. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് മടി തോന്നിയ ദിവസങ്ങളിൽ ഞാൻ വേഗം തന്നെ ജിമ്മിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് എടുത്തിടും, എൻ്റെ ജിം ബാഗ് എടുക്കും, സ്കൂട്ടറിൻ്റെ താക്കോൽ എടുക്കും, വേഗം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഒരാൾക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റ് ഉണ്ട്. നമ്മൾ തന്നെ തീരുമാനിക്കാതെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഈ മോട്ടിവേഷനും ഡിസിപ്ലിനും രണ്ടാണെന്നുള്ളതും, നമുക്ക് ഏറ്റവും വേണ്ടത് ഡിസിപ്ലിൻ ആണെന്നുള്ളതും. മോട്ടിവേഷൻ നമുക്ക് ചില ദിവസങ്ങളിൽ ഉണ്ടാവും, ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല. അത് മനസ്സിലാക്കുക. അതാണ് ട്രിക്ക് നമ്പർ 1 എന്നുള്ളത്. പിന്നെ വേറെ പണ്ട് ഞാൻ ചെയ്തിരുന്ന വേറൊരു മിസ്റ്റേക്കാണ് ഓൾ ഓർ നൺ. അതായത് ഒന്നെങ്കിൽ എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്നെങ്കിൽ എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ ദിവസവും ഒരേപോലെ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. ചില ദിവസം ഇപ്പം ഇന്നത്തെ ഒരു ദിവസം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കര കൊതി വന്നു, ഞാനൊരു ലഡു എടുത്ത് കഴിച്ചു. സോ ഞാൻ ചിന്തിക്കണം, എന്തായാലും ഇന്നത്തെ ഡയറ്റ് കുളമായി, ഇനി എന്തൊക്കെ പായസം കഴിക്കാം, കേക്ക് കഴിക്കാം, അത് കഴിഞ്ഞാൽ അത് കഴിക്കാം, ബിരിയാണി കഴിക്കാം. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചിന്തിക്കാം. അതായത് ഞാൻ ഇന്നൊരു ലഡു കഴിച്ചു, അതിൻ്റെ അർത്ഥം എനിക്ക് ബാക്കി എല്ലാം ഇന്നത്തെ ദിവസം കഴിക്കാം എന്നുള്ളതല്ല. എന്തെങ്കിലും ചെയ്യാന്നുള്ളത്, ഇപ്പം ഒന്നും പറ്റിയില്ലാത്ത ദിവസം നമുക്ക് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താം. ഈ ഓൾ ഓർ നൺ തിങ്കിങ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമുക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ജിമ്മിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് ജിമ്മിൽ പോയിട്ടില്ല, ഇന്നത്തെ ദിവസം ഡയറ്റും എടുക്കണ്ട, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എന്തെങ്കിലും സാഹചര്യം ഉണ്ടായി നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. അപ്പം അങ്ങനെയുള്ളൊരു ചിന്താഗതി എടുത്ത് മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ്, നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യാൻ മടി തോന്നുന്നത് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ ഭയങ്കര ബിഗ്ഗായിട്ട് കാണുന്നത് കൊണ്ടാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ വായിച്ചൊരു പുസ്തകമായിരുന്നു ഇക്കിഗായി എന്ന് പറയുന്നത്. അതിൽ പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, കോമ്പസ് ഓവർ മാപ്സ് എന്നുള്ളത്. ആ ഒരു കൺസെപ്റ്റ് ഞാൻ എൻ്റെ ലൈഫിലേക്കും കൊണ്ടുവന്നിരുന്നു. അതായത് മാപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളൊരു മാപ്പ് എടുത്ത് നോക്കുമ്പോൾ അതൊരു വലിയ ഒരു കാര്യമാണ്. അതിലേക്ക് നമുക്ക് നോക്കുമ്പം ഇതൊരു ബിഗ്ഗർ ജേർണി ആണെന്നും നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ടെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ചിലപ്പോൾ മടി തോന്നാം. പക്ഷെ നമ്മൾ കോമ്പസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സംഭവമില്ലേ, കോമ്പസ് ആണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ബിഗർ മാപ്പ് നോക്കി ഇതിൽ ഇവിടെ നിന്ന് ഇത്ര പോകണം, ഇതിൽ ഇത്ര ദൂരമുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഓരോ ദിവസം എടുക്കേണ്ട കുഞ്ഞു സ്റ്റെപ്പുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ തോന്നുന്നുണ്ടാവാം. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് മടി തോന്നുന്ന ദിവസം, ഞാൻ ഇന്നിപ്പോൾ പോയിട്ട് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഓക്കെ, എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി, ഒന്നും ചെയ്യാത്തതിനേക്കാളും ബെറ്ററാണ് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പോയി ചെയ്യുന്നത്. എനിക്ക് ചിലപ്പം ചില ദിവസങ്ങളിൽ എനിക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ അങ്ങനെ ചിന്തിച്ച് പോകും. ഞാൻ പോകുന്നത് ചിലപ്പം ഒരു 20 മിനിറ്റ്സ് എന്നാൽ ട്രെഡ്മില്ലെങ്കിലും പോയിട്ട് കയറിയിട്ട് വരാം, ഒന്നും ചെയ്തില്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പോകും. പക്ഷെ ജിമ്മിൽ ചെല്ലുമ്പം എനിക്ക് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ, അവിടെ ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും വർക്കൗട്ട് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 2 സ്റ്റെപ്പെങ്കിലും വെക്കാം എന്നുള്ളൊരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോകാൻ തുടങ്ങി.
ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് ഒരിക്കലും ഒരു ബിഗർ തിങ്ങിനെ ആയിരുന്നില്ല. എൻ്റെ മുന്നിലുണ്ടായിരുന്നത് എനിക്ക് ഇത്ര വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളതിനപ്പുറത്തേക്കും എനിക്ക് ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ആ കാര്യത്തിനെയാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ട്രാക്ക് ഓഫ് ആകുക എന്നുള്ളത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ട്രാക്ക് ഓഫ് ആകുക, അത് എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്താലും ട്രാക്ക് ഓഫ് ആകുന്നത് ഒരു നോർമൽ തിങ് ആണ്. നമുക്ക് ആർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടിവേഷൻ്റെ സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്ക് ആർക്കും അങ്ങനെ ഫുൾ ടൈം മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനോ എല്ലാ ദിവസവും കറക്റ്റ് ട്രാക്കിൽ പോകാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. കാരണം നമ്മൾ പല പല കാര്യങ്ങൾ, ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജോലിയുടെ തിരക്കുകളുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ആ ട്രാക്കിൽ പോകാൻ പറ്റണമെന്നില്ല. അതല്ല നമുക്ക് വേറെ യാത്രകൾ പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം ചില ദിവസങ്ങളിൽ നാട്ടിൽ പോകേണ്ട സമയം, ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലത്ത് നിന്ന് മാറിയിട്ടുള്ള സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസത്തേക്കായിരിക്കും, ചിലപ്പോൾ ഒരു 1 വീക്കിലേക്കായിരിക്കും ഞങ്ങൾ ആളുടെ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ദിവസം എനിക്ക് ഡെഫിനറ്റ് ആയിട്ടും ഡയറ്റിൽ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ടാവും. അതേപോലെ വർക്കൗട്ട് എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ട്രാക്ക് ഓഫ് ആയാൽ അതിൻ്റെ അർത്ഥം നമുക്ക് പിന്നെ ഒരിക്കലും തിരിച്ചതിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളതല്ല. നമുക്ക് അതിലേക്ക് തിരിച്ച് വീണ്ടും വരാൻ പറ്റും. ഓഫ് ആയാൽ നമുക്ക് തീർച്ചയായിട്ടും ട്രാക്ക് ഓൺ ആവാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഞാൻ ട്രാക്ക് ഓഫ് ആയ സിറ്റുവേഷൻസിലെല്ലാം ഞാൻ ഒരാഴ്ച ചിലപ്പോൾ ട്രാക്ക് ഓഫ് ആയിട്ടുണ്ടാവും. ഞാൻ തിരിച്ച് വീണ്ടും ആ ട്രാക്കിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചിരുന്നു. ഒന്നും പിന്നെയും ആ ഒരു മോട്ടിവേഷന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. മടി തോന്നും, ഓക്കെ 2 സ്റ്റെപ്പെങ്കിൽ 2 സ്റ്റെപ്പ് പോയിട്ട് വരാം, അങ്ങനെ ചിന്തിച്ച് ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കാനായിട്ട് തുടങ്ങി. അതും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ വെയിറ്റ് ചിലപ്പം കൂടുതലായിട്ട് കാണിക്കും, ഒരു ദിവസം കുറച്ച് കാണിക്കും. ഇപ്പം തലേ ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു കാർബ് എടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിലും, നമ്മുടെ ഇപ്പം പെണ്ണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ പീരിയഡ്സ് എടുത്തിട്ട് സമയങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് വെയിറ്റ് 1 കിലോ അങ്ങോട്ട് കാണിക്കും ഇങ്ങോട്ട് കാണിക്കും. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കമ്പാഷനേറ്റ് ആവുക. എനിക്കും അത് സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ട് വരുമ്പം പെട്ടെന്ന് തന്നെ വെയിറ്റ് അതിൽ സ്റ്റക്കായി പോവുക, അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് 1 കിലോ കൂടുതൽ കാണിക്കുക. നമ്മളപ്പോൾ ഡൗൺ ആവാതെ നമ്മൾ കമ്പാഷനേറ്റ് ആവുക നമ്മളോട്. നമ്മുടെ ബോഡി നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു ജേർണീനെ നമ്മൾ എംബ്രേസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരിക്കലും പെട്ടെന്ന് ഒരൊറ്റ ദിവസത്തിൽ ഇതെല്ലാം ചേഞ്ച് ആകും അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഓരോ ദിവസം നമ്മൾ നമ്മളോട് കൈൻഡായിട്ട് പെരുമാറാനായിട്ട്, ഇത്തിരി ദയവോടെ പെരുമാറാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ഇത് എൻ്റെ ലൈഫിൽ ഞാനും ഇത് മിസ്റ്റേക്കിലി പലതും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും സ്ട്രെസ്ഡ് ആവുക എന്നുള്ളതല്ലാതെ മറ്റുപയോഗങ്ങളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. എൻ്റെ വെയിറ്റ് ലോസിൽ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ്, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിനെ പറ്റി, നമ്മുടെ ഡയറ്റിനെ പറ്റി, എക്സസൈസിനെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങൾ. അതിൽ പലതും അനാവശ്യമായിരിക്കും. നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. ഒരാൾ ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ മറ്റത് പറയുമ്പോൾ അതിൽ നമ്മൾ വീണ് പോകാതെ നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പലരും പല ഒപ്പീനിയൻസ് ഉള്ളവരായിരിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടായിരുന്നപ്പോൾ കുറ്റം പറഞ്ഞ ആൾക്കാർ വെയിറ്റ് കുറയാൻ തുടങ്ങുമ്പോൾ മേ ബി അതിലും കുറ്റം പറയുന്നുണ്ടാവാം. നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് അത്ര അധികം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാരുടെ ജേർണി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നീ ഇത്രയൊക്കെ ചെയ്തിട്ട് നിനക്കൊരു വെയിറ്റ് ലോസും ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ മേ ബി നമ്മളെ തളർത്തുന്ന ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാം. അതിനെയൊക്കെ ഒരു ബൗണ്ടറി വെച്ച് നമ്മൾ മനസ്സിലാക്കുക, ഇത് എത്രത്തോളം ആണെന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരെ പ്രൂവ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് വേണ്ടി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഡയറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഓരോ ദിവസം കഴിച്ചത് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം.